മുമ്പ് ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP നമുക്കൊപ്പം ചേരുന്നു. പ്രതിഭാഗത്ത് നിന്ന് കടുത്ത സ്വാധീനം ഉണ്ടാകുന്നു. അതിന് പിറകിൽ ആരാണ് ചരട് വലിക്കുന്നത്? അത് 8ാം പ്രതിയാണോ മറ്റാരെങ്കിലുമാണോ? ആ ഒരു ചർച്ച നടക്കുമ്പോഴും ഈ കേസ് ഈ വഴിക്ക് എത്താൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരണ നടപടികൾ വൈകിപ്പോകാൻ കാരണം, ഡിലേ ഉണ്ടാകാൻ കാരണം ഈ സ്വാധീനമാണോ, അതൊരു പ്രതിഭാഗത്തു നിന്നുള്ള സ്വാധീനം തന്നെയാണോ എന്നൊരു ചോദ്യമാണല്ലോ. താങ്കൾ എന്താണ് കരുതുന്നത് ശ്രീ ജോർജ് ജോസഫ്? ഈ കേസ് നമ്മൾ ആലോചിക്കണം. 2017 കേസാണെന്ന് വിചാരിച്ചോണം. 7 വർഷമായി ഇത് പല കാരണം കൊണ്ട് നീണ്ടു പോവുകയാണ്. 261 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചു. ഓരോ സന്ദർഭത്തിലും പ്രോസിക്യൂഷന് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ കേസ്. കാരണം പ്രതിഭാഗത്തു നിന്ന് ദിലീപിന്റെ വക്കീലെ സാക്ഷികളെ വിസ്തരിച്ച കണക്ക് നമ്മൾ ആലോചിക്കണം. അതിനകത്ത് 113 ദിവസം എടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചു, ഇത് എന്തൊരു വിസ്താരമെന്ന്, ഇത് എന്തൊരു വിചാരണയെന്ന് സുപ്രീം കോടതി ചോദിച്ചതാണ്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പം എന്തിനാണ് പ്രോസിക്യൂഷന് എതിരായിട്ട് അനാവശ്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ നടത്തുന്നത്, പ്രോസിക്യൂഷനെതിരായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? കാരണം ഈ കേസ് ഡിലേ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രതിഭാഗത്തിന്. പക്ഷേ അവരുടെ നീക്കം ഓരോ സാക്ഷികളെയും വിസ്തരിക്കുമ്പം മാക്സിമം ടൈം എടുത്ത് അവരെ ഹരാസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. കാരണം 113 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചിരിക്കുന്നു. ബാലേന്ദ്രകുമാറിനെ 36 ദിവസം വിസ്തരിച്ചിരിക്കുന്നു. അതുപോലെ സൈബർ SP ഉണ്ട്, അദ്ദേഹത്തിന് ഏകദേശം 21 ദിവസത്തോളം വിസ്തരിച്ചിട്ടുണ്ട്. സൈബർ ഫോറൻസിക് വിദഗ്ധയെ 13 ദിവസം വിസ്തരിച്ചു. അതെന്തിനാണ്? ഇതൊക്കെ 3 ദിവസം കൊണ്ട് വിസ്താരം തീരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഈ കേസ് നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യം പ്രോസിക്യൂഷനില്ല. എത്രയും പെട്ടെന്ന് തീർക്കും. പക്ഷേ പ്രതിഭാഗത്തിനാണ്. അതെന്താണ് അതിനൊരു ദുരുദ്ദേശമെന്ന് ഈ കേസിന്റെ വിധി വരുമ്പോൾ നമുക്കറിയാം. ശ്രീ വിനു കിരിയത്ത്,